സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മാർ ജോസഫ് പാംബ്ലാനി. ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപകർക്ക് മാത്രം ശമ്പളം നിഷേധിക്കുന്ന സ്ഥിതിയാണ് നിലവിലെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. കണ്ണൂരിൽ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏതോ മാഫിയയുടെ ഗണത്തിൽപ്പെടുത്തുകയാണ് ഇടത് സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി ഏറെ സംഭാവനകൾ ചെയ്തവരാണ് എയ്ഡഡ് അധ്യാപകരും സ്കൂളുകളും. ഇത് മനസ്സിലാക്കാത്തത് തങ്ങളുടെ കുഴപ്പമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനുമുള്ള കഴിവുകേടാണെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. 17,000-ഓളം അധ്യാപകര് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ വേതനമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് നീതി നിഷേധമല്ല, ഒരു ജനാധിപത്യ സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് എന്ന് പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ഇത് അന്യായമല്ല എങ്കിൽ മറ്റെന്താണ് ഇവിടെ അന്യായമായിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പറയേണ്ട സാഹചര്യമുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏതോ മാഫിയകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഇടതുമുന്നണി സർക്കാർ കരുതുന്നത് എന്ന് ചിന്തിക്കാൻ പോരുന്ന ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ രാജ്യത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തവരാണ് ഇവിടുത്തെ എയ്ഡഡ് അധ്യാപകരും അവിടുത്തെ സ്കൂളുകളും എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനുമുള്ള നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വിവേചന നിലപാടാണ് സർക്കാർ പുലർത്തുന്നത്. ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നും മാർ ജോസഫ് പാംബ്ലാനി ചോദിച്ചു. ഈ നാടിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നത് അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാടാണ്. ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരേ ജോലി ചെയ്യുന്ന ചില മതവിഭാഗക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് ശമ്പളം കൊടുക്കില്ല എന്ന ധാർഷ്ട്യത്തോട് സർക്കാർ സംസാരിക്കുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ കത്തോലിക്ക മാനേജ്മെന്റിനുണ്ട്. ചില മതവിഭാഗങ്ങൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റിന് കീഴിലെ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇത് അംഗീകരിക്കാനാകില്ലെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് കാണിക്കുന്ന നിഷേധ സമീപനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംബ്ലാനി. 2018 മുതൽ നിയമനാംഗീകാരം ഇല്ലാത്ത അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നം പരിഹരിക്കണമെന്നും ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണയിൽ കണ്ണൂർ രൂപത സഹായമെത്രാൻ മാർ ഡെന്നിസ് കുറുപ്പശ്ശേരി, ഡോക്ടർ സോണി വർഗീസ് വടശ്ശേരിയിൽ, ക്ലാരൻസ് പാലിയത്ത്, ഫാദർ ജോയ് കുട്ടിയാങ്കൽ എന്നിവർ സംസാരിച്ചു. ടീച്ചേഴ്സ് ഗിൽഡ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ജിനിൽ മാർക്കോസ്, കണ്ണൂർ രൂപത പ്രസിഡന്റ് ബിജു ഓളോട്ടുപുറം, റോബിൻസ് എം ഐസക്, മാത്യു ജോസഫ്, റിൻസി അബ്രഹാം തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.